തരത്തിൽ പ്രയോഗിച്ചില്ല, തിരിച്ച് രാഷ്ട്രീയം അതിലും പ്രയോഗിച്ചില്ല. അതേതെങ്കിലും മുതൽക്കൂട്ടാക്കാൻ ആ രാഷ്ട്രീയത്തെ അവിടെ പ്രയോജനപ്പെടുത്തിയില്ല എന്നും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ മുഖ്യനായിരുന്നു ശ്രീ PC ചെറിയാൻ എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാതൃക. അതുപോലെ സഹകരണ മേഖലയ്ക്ക് അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകി. ഇന്ന് കാണുന്ന കോട്ടയത്തെ കൺസ്യൂമർ സൊസൈറ്റി ഏറ്റവും നല്ല രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ എങ്ങനെയാണ് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന പുതുവിധ രംഗത്ത് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാക്കുക എന്നുള്ളതെല്ലാം തുടങ്ങിവെച്ചത് അവിടെ നിന്നാണ്. അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കോട്ടയം ആദ്യം സാക്ഷ്യം വഹിച്ചതും പുതുപ്പള്ളി സാക്ഷ്യം വഹിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും പ്രത്യയശാസ്ത്രത്തിന്റെ വ്യത്യസ്തതകൾക്കും കൊടിയുടെ നിറങ്ങൾക്കൊപ്പം മനുഷ്യനെ സ്നേഹിച്ച, മാനവികതയ്ക്ക് ഉന്നതമായ മൂല്യങ്ങൾ നൽകിയ, സ്വതസിദ്ധമായ ശൈലിയും നിലവാരമുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഇരമ്പുന്ന സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Srivasavan. Sri Thiruvanjur Radhakrishnan is a former minister and a sitting MLA from Kottayam. He had the unique privilege of having Appachan as his local guardian in his student days. And the story goes that Appachan actually went on a hunger strike and campaigned under an Ola Pandal against his cousin Sri K. Matthew Malayalam Manorama and the management board of Vesalius College to help this young political aspirant and student of Vesalius College when he got into a spot of trouble at college. He continues to be the de facto member of his former local guardian's family, Sri Thiruvanjur Radhakrishnan. We would love to hear more about your stories with Appachan. ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, ഇവിടെ അനുസൂചിപ്പിച്ച വാക്കുകളെല്ലാം ശരിയാണ് എന്ന് സാക്ഷ്യം പറയാനാണ് ഞാൻ ആദ്യം ഈ സമയം എടുക്കുന്നത്. നമ്മളുടെ ബഹുമാന്യനായ കുട്ടിച്ചായൻ കോട്ടയം PCC പ്രസിഡന്റ് ആകുമ്പോൾ ഞാൻ KSUവിൻ്റെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകാവുന്ന അനുദിന ട്രാൻസാക്ഷൻസ് നിരവധി അദ്ദേഹമായിട്ട് ആശയവിനിമയം നടത്താനും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പോകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കെട്ടിട സാർ പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഒരു അനുബന്ധം മാത്രം ചേർക്കുകയാണ്. നമ്മളുടെ ബഹുമാന്യനായ കുട്ടിച്ചായൻ ഹോൾഡി പാരീസിലെ സമരത്തിന് ശേഷം അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തിരുനക്കര മൈതാനത്ത് പ്രതിഷേധ യോഗം ചേർന്ന് അതുപോലുള്ള തെറ്റായ പ്രവർത്തനം ശരിയല്ല എന്നൊരു നിലയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നു. അതിൽ നമ്മളുടെ ഒരു മുഖ്യനായ നേതാവ് പറഞ്ഞു, നമ്മളുടെ ബഹുമാന്യനായ ശ്രീ PC ചെറിയാൻ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പിറ്റേ ദിവസം പിന്നീട് ഈ പറഞ്ഞതുപോലെയൊക്കെ വളരെ കറക്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ പോകുന്നു. ഞാനാകുന്നത് ബഹുമാന്യനായ ശ്രീ PC ചെറിയാൻ്റെ നല്ല ശ്രമം കൊണ്ട് മാത്രമാണ്. പ്രീ ഡിഗ്രിക്ക് ഞാൻ ബെസിലിയസിലാണ് പഠിച്ചത്. അവിടെ ഡിഗ്രിക്ക് ചേരണമെന്ന് എൻ്റെ വലിയ മോഹമായിരുന്നു. മാർക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ ഉണ്ടായിരുന്നു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണെന്ന് ഒരിക്കലും വേണമെങ്കിൽ മാർക്ക് കുറയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു പൊത്തുവരുത്ത് അതിൻ്റെയൊക്കെ ഒരു മാർക്കുണ്ട്. പക്ഷെ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നു. കുട്ടിച്ചാൻ ഡൽഹിയിൽ ഒരു യോഗം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണ്, വേറെ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞു. അപ്പം അത് തിരിച്ച് വരുമ്പോൾ സ്ലാഗ് ഷർട്ട്, നേരത്തെ പറഞ്ഞ പോലെ വെള്ള സ്ലാഗ് ഷർട്ട്, പാൻസ്, കറുത്ത പാൻസ്, ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ വന്ന് ഞാൻ കുഞ്ചാൻ്റെ ഒരു മുറിയിൽ കൂടി ഇരിക്കുക. എന്നോട് ചോദിച്ചു, തനിക്കിതുവരെ അഡ്മിഷൻ ഒന്നും കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു, കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയില്ല. ഒരു കാര്യം കൂടെ വാ എന്ന് പറഞ്ഞു. കുട്ടിച്ചാൻ നേരെ പുറത്തോട്ടിറങ്ങി കാറിൽ കയറി എന്നോട് വണ്ടിക്കകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ കൂടി ചെന്നു. കോളേജിലെത്തി. പ്രിൻസിപ്പലിനെ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു. എന്നെ പുറത്ത് നിർത്തി. അതാണ് എൻ്റെ ലോക്കൽ ഗാർഡിയനാണെന്ന് പറയാനുള്ള കാരണം. പുറത്ത് നിർത്തി 5 മിനിറ്റ് കഴിഞ്ഞു. എന്നെ കൂടെ അകത്ത് വിളിച്ചു. നാളെ വന്ന് ഇവിടെ ചേർന്നോളാൻ പറഞ്ഞു. എന്ത് സൂത്രപ്പണി ഞാൻ പറഞ്ഞത് എന്നെനിക്കറിയില്ല. പറഞ്ഞത് അയാളുടെ കാര്യം ഞാൻ ഏറ്റു. ഇതെൻ്റെ കുട്ടിയാണ്, ചേർന്നേ മതിയാവൂ എന്ന്. എൻ്റെ ജീവിതത്തിലൊരു രാഷ്ട്രീയ നേതാവ്
ഇതുപോലൊരു സ്പോൺസർഷിപ്പ് എടുത്തത് ആദ്യത്തെ അനുഭവമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. അതാണ് കുട്ടിച്ചായൻ. എന്ത് സന്തോഷത്തോടു കൂടി പറയും. ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഒരു ദിവസം ഇരിക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ. ഓഫീസിലിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നപ്പോൾ ടെലിഫോണിൽ ചോദിക്കുന്നത് കുഞ്ഞ് കിഴക്കേക്കരയാണോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അല്ല, കുട്ടി പടിഞ്ഞാറക്കരയാണെന്ന് പറയുന്നു. സ്പോണ്ടേനിയസ് ആണ്. വളരെ ഈ എടുത്തയാളും ചിരിച്ചുപോയി. ഈ രൂപത്തില് കാര്യങ്ങളെ വളരെ സരസമായി നേരിടാൻ, അതിന്റെ തന്മയത്വത്തോടു കൂടി തന്നെ നിൽക്കാൻ, വളരെ കൃത്യതയോടുകൂടി പോകാൻ. ഞാനൊരു കാര്യം പറയാം, ദേശീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ് പിളരുന്നത് എങ്കിൽ കോട്ടയത്തെ പ്രശ്നങ്ങൾ വെച്ചായിരുന്നു കോട്ടയത്തിനകത്ത് ഈ കോൺഗ്രസിൽ തർക്കം വന്നെങ്കിൽ ഞാൻ കുട്ടിച്ചായന്റെ പക്ഷത്ത് തന്നെ നിൽക്കുമായിരുന്നു, ഒരു സംശയവുമില്ല. അതാണ് സാഹചര്യങ്ങൾ. അതുപോലെ വളരെ വ്യക്തിപരമായി അടുക്കത്തക്ക, വളരെ 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 മറ്റേത് ഒരു കോൺഗ്രസ് നേതാവിനും ഇല്ലാത്ത വിധത്തിൽ ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്, അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഗാർഡിയൻഷിപ്പ്, അതൊക്കെ കാണിച്ചിട്ടുള്ള വലിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും സമയം വളരെ ദീർഘിച്ചു, അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എനിക്കൊരു 1000 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹങ്കർ സ്ട്രൈക്ക് ആയാലും ഏത് രൂപത്തിലുള്ളതായാലും കോളേജിലുണ്ടാകുന്ന ഒരു ലാത്തിചാർജുകളാണെങ്കിലും അതിലൊക്കെ ഞങ്ങൾ ഒരു സ്വന്തം രക്ഷകർത്താവ് സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന അദ്ദേഹം എന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി ഈ പറഞ്ഞ പോലെ അനുസ്മരണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വൺ ആഫ്റ്റർ അനദർ നമ്മുടെ നാവിൽ പല കാര്യങ്ങളും വരും. ഞാൻ അതെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമിക്കുന്നു. PC ചെറിയാന് പകരം PC ചെറിയാനല്ലാതെ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. PC ചെറിയാന്റെ ആ ഔന്നത്യം പുതിയ തലമുറയും എടുത്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയോടുകൂടിയ സമീപനമെടുത്ത് എല്ലാവരും അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയൊരു നടപടി എടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂട്ടത്തിലൊരു വാക്കുകൂടി, ശ്രീ PC ചെറിയാൻ കുറെ കൂടി കഴിഞ്ഞു ഒരു 50 വർഷം 55 വർഷം 60 വർഷമൊക്കെ കഴിയുമ്പോൾ അന്നത്തെ തലമുറ ആലോചിക്കുന്നത് എന്താ, ഇങ്ങനൊരു മഹാവ്യക്തി ജീവിച്ചിരുന്നു എന്ന് മാത്രം. ഇന്നിപ്പോ നമ്മൾ കൂടുമ്പോൾ നമുക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വ്യക്തിഗതമായി ഒത്തിരി അടുപ്പങ്ങളും അതോടൊപ്പം ഒത്തിരി കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ചെല്ലാം സെൻസിറ്റീവ്, വളരെ സെന്റിമെന്റലായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന് കോട്ടയത്ത് ഒരു സ്മാരകം ഉണ്ടാക്കിയേ മതിയാകൂ. അതും ഈ സെന്റിനറി വർഷത്തിൽ ചെയ്യണം. അതിന് നമുക്ക് മുൻകൈയെടുത്ത് ആ നടപടിയിലേക്ക് പോകണമെന്ന് ഞാൻ നിറഞ്ഞ ഹൃദയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾ ഉണ്ടായാൽ മതിയാകും. കാരണം കോട്ടയം എന്നുള്ളത് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിലൂടെയാണ്. അതെല്ലാം ഇവിടെ നേരത്തെ നമ്മളുടെ അനുഭവ പരിചയമുള്ള ആളുകൾ, നേതാക്കന്മാരൊക്കെ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു ആവർത്തന ചുവ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നീട് അത് പറയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ കോട്ടയം അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സമൂഹം എന്നും ഓർക്കത്തക്ക വിധത്തുള്ള സ്മാരകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അതുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. Thank you, Shri Thiruvanchur Radhakrishnan. Our next speaker was and still is Baluchayan's partner in crime and considers himself to be the 9th child of Appachan. Anjali and I both work in Malayalam Manorama, but we get special treatment there not because I'm married to his nephew, but because I'm Baluchayan's niece. Despite having family and official commitments, he's here. He's cancelled everything to be part of our celebrations. I invite Tambichayan, Philip Matthew, editor of Malayalam Manorama, to come and speak to us. വേദിയിലും സദസ്സിലുള്ള സുഹൃത്തുക്കളെ, പടിഞ്ഞാറേക്കര കുടുംബാംഗങ്ങളെ, എന്റെ പിതൃതുല്യനായ ഒരു വ്യക്തിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ 2 വാക്ക് പറയാൻ എന്നോട് അഭ്യർത്ഥിച്ച ബാലുവിനും മറ്റു സഹോദരങ്ങളെയും ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. എനിക്ക് എന്റെ അച്ചായനെ പോലെ ആയിരുന്നു പടിഞ്ഞാറേക്കര PC ചെറിയാൻ. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ
കുറ്റത്വം നിറയുന്ന സന്തോഷമാണ് എനിക്കുള്ളത്. അദ്ദേഹം എന്റെ മനസ്സ് തുറക്കുകയും എന്റെ അഭിരുചികളെയും നിലപാടുകളെയും സ്വാധീനിക്കുകയും ചെയ്തു. എനിക്ക് അദ്ദേഹം കുട്ടിച്ചായനായിരുന്നു, മൈ മാഗ്നിഫിസന്റ് കുട്ടിച്ചായൻ. അച്ചാനും കുട്ടിച്ചാനും കസിൻസ് മാത്രമല്ലായിരുന്നു, അവര് സുഹൃത്തുക്കളായിരുന്നു, അയൽപക്കക്കാരായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഞാനും ബാലുവുമായിട്ടുള്ള ബന്ധം. 1954 എന്റെ വലിയ മരിച്ചതിന് ശേഷം ഞാൻ കോട്ടയത്ത് വന്ന് മിസ് ബേക്കർ സ്കൂളിൽ ചേർന്നു. അന്ന് തൊട്ട് 1965 വരെ ഞാനും ബാലുവും ഉറ്റ കസിൻസ് മാത്രമല്ലായിരുന്നു, ചങ്ങാതികളായിരുന്നു, അടുത്ത് താമസിച്ചവരുമായിരുന്നു, ഒരുമിച്ച് പഠിച്ചവരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധവും അതൊന്നും അച്ചാനും കുട്ടിച്ചാനും പോലെ തന്നെയായിരുന്നു. ബാലു സ്കൂൾ പരീക്ഷ എല്ലാം 1ാം ക്ലാസ്സോടെയാണ് പാസ്സായത്. പ്രീ യൂണിവേഴ്സിറ്റിക്ക് പക്ഷെ ബാലുവിന് 2nd ക്ലാസ് ആയിപ്പോയി. അത് ബാലുവിന് ഒരു ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കിട്ടിയോണ്ടല്ല, എനിക്ക് 3rd ക്ലാസ്സേ കിട്ടിയുള്ളൂ. പക്ഷെ ഞാനും ബാലുവായിട്ടുള്ള അകലം കുറഞ്ഞു എന്നുള്ളതായിരുന്നു എനിക്ക് സന്തോഷം. പ്രീ ഡിഗ്രി പഠനത്തിനായി ബാലുവിന് കോട്ടയത്ത് പഠിക്കണമെന്നായിരുന്നു കുട്ടിച്ചാന്റെ ആഗ്രഹം. അങ്ങനെ ബാലു കോട്ടയത്തായി, ഞാൻ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലും പോയി. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വേർതിരിഞ്ഞത്. പക്ഷെ മാനസികമായിട്ടും എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചും കൂടെ നടക്കുന്ന 2 വ്യക്തികളായിരുന്നു. കുട്ടിച്ചായന് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. 4 ആണും 4 പെണ്ണുമായിരുന്നു കുട്ടിച്ചായന്. പക്ഷെ എന്നോട് കുട്ടിച്ചാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനിയും കുഞ്ഞുങ്ങൾ വേണമായിരുന്നു. പക്ഷെ കുഞ്ഞോച്മയ്ക്ക് അതിനുള്ള ആരോഗ്യം അനുവദിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞോച്മ കുട്ടിച്ചാൻ എന്നോട് തമാശ രൂപയാണ് പറഞ്ഞത്. ഞങ്ങള് സ്കൂൾ പഠനത്തിനായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിൽ പോയി. അന്ന് ഞങ്ങളുടെ കസിൻ സതീഷും ഉണ്ട് കൂടെ, ഞാനും ബാലും സതീഷും. ഞങ്ങളുടെ സ്കൂളിൽ ഈ പിറ്റേ ദിവസം അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ അവർ പിറ്റേ ദിവസം മടങ്ങിയില്ല. ഞങ്ങളുടെ നിർബന്ധം കാരണം അവര് എല്ലാ പിറ്റേ ദിവസവും വൈകിട്ട് ഞങ്ങളെ സ്കൂളിൽ വന്ന് കാണാൻ വരും. അന്നേരം ഞങ്ങൾ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. കുട്ടിച്ചാനും ഞങ്ങളെല്ലാം കരയും, കരച്ചില് വെടിച്ചില്, അങ്ങനെ അതായിരുന്നു ദിവസവും വൈകിട്ടും. അങ്ങനെ 3-ാം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ ഹെഡ് മാസ്റ്റർ കുരുള ജേക്കബ് അദ്ദേഹം പറഞ്ഞു, 2 പേരെയും വിളിച്ചു വരുത്തി, മാത്തുക്കുട്ടി, നിങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ സെറ്റിൽ ആകത്തില്ല. നിങ്ങൾ ഉടനെ നാട്ടിലേക്ക് പോകണം. അങ്ങനെ ആണ് അവിടെ അവസാനം ഹെഡ് മാസ്റ്റർ നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിച്ചാൻ എപ്പോഴും ഉണ്ടായിരുന്നു. വലിയ പ്രസരിപ്പിലായിരിക്കും കുട്ടിച്ചാൻ അദ്ദേഹം. പക്ഷെ നേരെ മറിച്ച് ഞങ്ങൾ പോകാറാകുമ്പോൾ വളരെ സങ്കടത്തിലായിരുന്നു കുട്ടിച്ചാൻ. കരച്ചില്, ഞങ്ങൾക്ക് എന്റെ ചോക്ലേറ്റ് മേടിച്ചു തരിക. കാഡ്ബറീസ് ആയിരുന്നു കുട്ടിച്ചാൻ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം. ഞങ്ങൾ കാഡ്ബറീസ് മേടിച്ചു തരും. അങ്ങനെയായിരുന്നു. ഞങ്ങൾ അന്ന് മദ്രാസിൽ പോകാനായിട്ട് ട്രെയിൻ കയറിക്കൊണ്ട് കൊച്ചിൻ ഹാർബർ ടെർമിനസിലായിരുന്നു. ട്രെയിൻ കയറുമ്പോഴത്തേക്ക് കുട്ടിച്ചാൻ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ വരും. ട്രെയിനിലിരുന്ന് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരച്ചില് പിടിച്ചെല്ലാം ഉണ്ട്. ട്രെയിൻ ചൂളം പിടിക്കുന്ന തൊട്ട് മുമ്പ് കുട്ടിച്ചാൻ പായും സ്റ്റേഷനിൽ നിന്ന് നേരെ കാട്ടിലോട്ട് പോകും. എന്നിട്ട് ഈ വെണ്ടുർത്തി ബ്രിഡ്ജില് സമാന്തരമായിട്ടാണ് കാറും ട്രെയിനും പോകുന്നത്. കുട്ടിയെ പോലെ കുട്ടിച്ചാൻ കാറിലിരുന്ന് ഞങ്ങളെ വേദി ട്രെയിനിലിരുന്ന്
അങ്ങോടെ വെയിറ്റ് ചെയ്യും. ട്രെയിൻ അടുത്ത് നിർത്തുന്നത് എറണാകുളം സൗത്തിലാണ്. അവിടെ കുടിച്ചാൽ അവിടെ ഞങ്ങളെ കാണും. അവിടെ ആദ്യം കുറെ ചോക്ലേറ്റ് തന്നെ കാറ്ററീസ് തരും, കെട്ടിപ്പിടിക്കും, കരയും, ഞങ്ങളും കരയും. പിന്നെ അവിടെ ചൂളം വിളിക്കുന്ന തൊട്ട് മുമ്പ് കുടിച്ചാൽ ഓടി കാറിൽ കയറും. അടുത്ത സ്റ്റോപ്പ് എറണാകുളം നോർത്താ, അവിടെയും കുടിച്ചാൽ അങ്ങനെ അവിടെ ഇത് തന്നെ ഇതേ ആവർത്തനം. പിന്നെ പോകും. ഞാൻ ആദ്യമേ ശരിക്കുള്ള ഗുഡ് ബൈ ആണ്. കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ ആലുവ എത്തും അവിടെയും കുടിച്ചാൽ പറ്റും. അങ്ങനെ അതായിരുന്നു കുടിച്ചാലും കുഞ്ഞുങ്ങളോ പിള്ളേരോടുള്ള സ്നേഹവും വാത്സല്യവും. കുടിച്ചാൽ എക്കാലവും ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ വലിയ കുട്ടി സത്യത്തിൽ മഹാനായ ഒരാളായിരുന്നു. ധാരാളം വായിച്ചിരുന്നു, സൂക്ഷ്മമായ ബുദ്ധി ഉണ്ടായിരുന്നു, ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു. സംഗീതത്തിലും സ്പോർട്സിലും സിനിമയിലും കലകളിലും ഉയർന്ന അഭിരുചിയുള്ള ആളായിരുന്നു കുട്ടിച്ചായൻ. സ്കൂൾ അവധിക്കാലത്തൊക്കെ മുഴുവൻ സമയവും ഞാൻ കുട്ടിച്ചാന്റെ വീട്ടിലായിരുന്നു. ക്രിക്കറ്റ് കളിയായിരുന്നു പ്രധാനം. അന്ന് രാജാമോഹനുണ്ട്, ബാലു, സതീഷ്, ഞങ്ങളുടെ ക്രിക്കറ്റ് കളിയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രിയിലെ ഈ ടേബിൾ ലാമ്പ് ഒക്കെ ഒഴിച്ചു വരെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. കുട്ടിച്ചാൻ അവിടെ നീണ്ട വരാന്തയിൽ ഇരിക്കുകയാണെങ്കിൽ അന്ന് ഒരുപക്ഷെ ക്രിക്കറ്റ് കളി ഉപേക്ഷിക്കും. ഞങ്ങൾ കുട്ടിച്ചാന്റെ അടുത്തിരുന്ന് കുട്ടിച്ചാന്റെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ജ്ഞാനം പകരുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ആസ്വദിച്ചിരിക്കും. അന്ന് ക്രിക്കറ്റ് ഇല്ല. പക്ഷെ ഇനി കുട്ടിച്ചാൻ കുറെ തമാശകളും പറയും, രാഷ്ട്രീയവും എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അദ്ദേഹം എനിക്കൊരു പാഠപുസ്തകമായിരുന്നു, ഗ്രന്ഥശാല തന്നെയായിരുന്നു. ജന്മനാ തന്നെ അദ്ദേഹം രാജ്യത്തെ വെറുത്തു. നാട്യങ്ങൾക്കും പൊങ്ങച്ചത്തിനും മേൽ അദ്ദേഹം എനിക്ക് കവചമൊരുക്കി. ഹിപ്പി ആദ്യം പറഞ്ഞ പോലെ ഹിപ്പികളെ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. എന്നോട് പറയും, തമ്പി ഇനി തരമുടി വെട്ടരുത് കേട്ടോ. അതെനിക്കോ തരമുടിയായിരുന്നു. തരമുടി വെട്ടതില്ല. ഹിപ്പികളെ പോലെ പാട്ടൊക്കെ പാടിയൊക്കെ കേൾപ്പിക്കും. ഇങ്ങനെ തലയൊക്കെ കാട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്നിട്ട് അവരിടുന്ന വസ്ത്രധാരണമുണ്ട്. ഒരു പോക്കറ്റ് ഇവിടെ, ഒരു പോക്കറ്റ് വേറൊരിടത്ത്, ചില മഞ്ഞ പോക്കറ്റ്, ചുവപ്പ് പോക്കറ്റ്. യു ഷുഡ് ബി ലൈക്ക് ദിസ്, അസിമെട്രിക്കൽ. അതാണ് കുട്ടിച്ചാൻ പറഞ്ഞ വാക്ക്. അങ്ങനെ ആയിരിക്കണം. അതൊക്കെയാണ് കുട്ടിച്ചാന്റെ കുട്ടിത്വം എന്ന് പറയുന്ന ആ കാര്യം. 6 അടി പൊക്കത്തിൽ ബലവാനായ ആളായിരുന്നു അദ്ദേഹം. കാന്തിക വ്യക്തിത്വമായിരുന്നു. ആര് കണ്ടാലും ഒന്നുകൂടി നോക്കാതെ പോവില്ല ആ രൂപം. ആ കുട്ടിച്ചാനും അച്ചാനും പുതുപ്പള്ളിയിലെ ഒറ്റപ്പുള്ള ഏരിയാച്ചാനും ഇത്രയും മൂർത്തികളായിരുന്നു. രാജൻ ആദ്യം ആ ഫ്രൂട്ട് സാലഡിന്റെ കട സൂചിപ്പിച്ചു. അത് പൂർണ്ണമായിട്ട് ഞാൻ പറയാം. ഇവർ 3 പേരും ഒരു റെസ്റ്റോറന്റിൽ മദ്രാസിൽ പോയി. അപ്പൊ അടുത്ത മേശപ്പുറത്ത് ഒരു കൂട്ടർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു കാര്യം ഇവർക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് അറിയാം. അവർക്ക് 3 പേരെ കയറിനൊക്കെ പറഞ്ഞ അവസരം ആ വീട്ടിനെ വിളിച്ചു. എന്തോ ബ്ലാ ബ്ലാ സാമാന്ന് പറഞ്ഞു. പറഞ്ഞു വീട്ടിൽക്കൊന്നും മനസ്സിലായില്ല. പിന്നെയും അവസാനമായി മറ്റ് ടേബിളിലെ ആ വിഭവത്തിനെ ചൂണ്ടിക്കാണിച്ചു. അതാണ്. പിന്നെ അദ്ദേഹം ആ കാര്യം അവരുടെ മേശപ്പുറത്ത് വെച്ചു. അത് എന്തായിരുന്നു വിഭവം? ഫ്രൂട്ട് സാലഡായിരുന്നു. ആ ഫ്രൂട്ട് സാലഡ് ഇവർ പറയാൻ അറിയാതെ പല ആംഗ്യങ്ങളും ഒക്കെ കാണിച്ചായിരുന്നു പിന്നെ സംഗതി കൊണ്ടുവന്നത്. കുട്ടിച്ചാന്റെ തമാശകളെല്ലാം സ്വന്തം സൃഷ്ടികളായിരുന്നു. ആളുകളെ കളിയാക്കുവാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. പക്ഷേ ആ കളിയാക്കലിൽ വിദ്വേഷമില്ലായിരുന്നു. അദ്ദേഹത്തിന് തമാശകൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന ഒരു കൂട്ടർ പാലാമ്പളം കുടുംബക്കാരായിരുന്നു. അവർ
അതീവ ധനികരായിരുന്നു. അഭിജാതിക കുടുംബമായതിനാൽ അവരിൽ ചിലർക്ക് അതിന്റെ ഒരു പ്രാമാണിത്വവും ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് കുടയാൻ കുട്ടിച്ചാൻ ഇഷ്ടമായിരുന്നു. അമേരിക്കയിൽ പോയ ഒരാൾ പാലാമ്പടംകാരെ കാണാൻ വന്ന കഥ കുട്ടിച്ചാൻ പറയും. കണ്ട സ്ഥലത്തെ പറ്റിയൊക്കെ ആശാൻ പാലാമ്പടത്തുകാരോട് പറഞ്ഞു. ഡെട്രോയിറ്റിലെ ഫോർഡ് മോട്ടോർ കമ്പനിയെ പറ്റിയും പറഞ്ഞു. ഫോർഡ് ആസ്ഥാനത്തെ പറ്റിയുള്ള വിശദമായ വിവരണം കേട്ട് കഴിഞ്ഞപ്പോൾ പാലാമ്പടത്തെ ആൾ ചോദിച്ചു, ഈ ഫോർഡ് കമ്പനിയൊക്കെ പറഞ്ഞാൽ പാലാമ്പടത്തോളം വരുമോ? അമേരിക്ക കണ്ടയാൾ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആ ഒരു ചെറിയ പാലാമ്പടമാ. പാലാമ്പടത്തുണ്ടായിരുന്ന ഒരു പ്രസംഗനെ പറ്റിയാണ് കുട്ടിച്ചാന്റെ മറ്റൊരു കഥ. പ്രകൃതാത്വമുള്ള ചില അത്ഭുതങ്ങളുടെ താരതമ്യം പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുക. ഞെട്ടിക്കുന്ന സ്വരത്തിൽ അദ്ദേഹം തുടങ്ങും. അറബിക്കടൽ. പിന്നെ കുറെ നേരം നിശബ്ദതയാണ്. അങ്ങനെ ഇഫക്റ്റ് ഒക്കെ കൊടുത്ത ശേഷം അടുത്തത് സഹ്യപർവ്വതം. പിന്നെയും നിശബ്ദത.